ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പതിവിനും വിപരീതമായി ഒരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ 19. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ്. അതുകൂടാതെ ഈ ഒരു വ്ളോഗിൽ ക്രാഫ്റ്റിന് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കും. അതുപോലെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമാണ് കാണുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഫസ്റ്റ് നമ്മൾ മോനൊരു ഗ്ലാസ് നോക്കാൻ പോയതായിരുന്നു. പക്ഷെ അവിടുന്ന് വിചാരിച്ചതുപോലെ കിട്ടിയില്ല. ഇത് കാഞ്ഞങ്ങാട് തന്നെയുള്ള ഒരു ഷോപ്പാണ്. അത് കഴിഞ്ഞ് നേരെ പോയത് ഒരു ഹാൻഡ് ബാഗ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡ് ബാഗ് നോക്കാൻ വേണ്ടിച്ചിട്ട് പോയതാണ്. ഇവിടെ കാഞ്ഞങ്ങാട് തന്നെയുള്ള മെട്രോണിലെ ഷോപ്പിലാണ് പോയത്. നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങളെല്ലാം ഒന്നെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാന ഭാഗമായിട്ട് കാണിക്കാം, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇവിടെ ഹാൻഡ് ബാഗ് കളക്ഷൻസ് മാത്രമല്ല ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഷൂസും പിന്നെ കിഡ്സിൻ്റെ നല്ല നല്ല ചെരുപ്പിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി ഷോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഹൈ ആയി അതുപോലെ തോന്നി. അതുകൊണ്ട് അവിടുന്ന് ഹാൻഡ് ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ നല്ല നല്ല
നല്ല വാച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. നല്ല നല്ല കളക്ഷൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. അവസാനം ഞാൻ ഈ സെലക്ട് ചെയ്തത് ഇതിൽ ഒരു ലൈറ്റ് പിങ്ക് കളറ് എന്താണെന്ന് ശരിക്കും അറിയില്ല. ആ ഒരു ബാഗാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് റേറ്റ് 950 or 850 അങ്ങനെ എന്തോ ആണ് വരുന്നുള്ളത്. അപ്പോൾ അതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ പോകുന്നുള്ളത് നമ്മളുടെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലേക്കാണ്. അപ്പോൾ സ്ക്രാപ്പ് ബുക്കിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇത് കാഞ്ഞങ്ങാട് തന്നെയുള്ള ഒരു ഷോപ്പാണ്. അധികവും ഇവിടുന്നാണ് സാധനം എടുക്കൽ, ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ഷോപ്പും കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ മാത്രമാണ് പോയിട്ടുള്ളത്. നമുക്ക് ക്രാഫ്റ്റിന് ആവശ്യമായ ഒരു 80% സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ലിസ്റ്റ് എഴുതിയ പേപ്പറാണ് ഇപ്പോൾ എടുത്തത്. ഇനി ഡ്രീം ക്യാച്ചർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫെദറാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ഫെദർ ഇവിടെ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് വേറെ ഷോപ്പിൽ പോയിട്ടാണ് എടുത്തിട്ടുള്ളത്.
അതിനുശേഷം നേരെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള കേക്ക് ഓർഡർ ചെയ്യാനാണ് പോയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ബർത്ത്ഡേക്കുള്ള കേക്ക് ഞാൻ തന്നെയാണ് ഉണ്ടാക്കല്. അപ്പോൾ കുഞ്ഞ് ചെറുതായതുകൊണ്ട് ആ ഒരു പ്രോബ്ലം വെച്ച് ഞാൻ ഇവിടെ കാഞ്ഞങ്ങാടിനുള്ള ഐഡിയൽ ബേക്ക് അവിടെയാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ കേക്ക് നല്ല സൂപ്പർ കേക്കാണ്. പിന്നെ അവിടുന്ന് നേരെ പോയിട്ടുള്ളത് ഒരു ബേബി ഡ്രസ് ഷോപ്പിലേക്കാണ്. അവിടുന്ന് മോനിക്കും അതുപോലെ തന്നെ മോൾക്കും വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ച് പോയതാണ്. പക്ഷെ മോനിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് വലിയ നമുക്ക് ഉദ്ദേശിച്ചതുപോലെ കിട്ടിയിട്ടില്ല. അപ്പോൾ മോൾക്ക് മാത്രമേ അവിടുന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് ഇല്ലെങ്കിൽ സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതും കാഞ്ഞങ്ങാട് തന്നെയുള്ള ഷോപ്പാണ്, കിഡ്സ് മാൾ. ഇല്ലെങ്കിൽ നല്ല സെലക്ഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടോ എന്തോ എന്നറിയില്ല, സെലക്ഷൻ കുറച്ച് കുറവായിരുന്നു. ഇല്ല എന്നല്ല, പക്ഷെ മുമ്പത്തതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണെന്ന് തോന്നി. പിന്നെ മോനിക്ക് ടോയ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഒരു ടോയ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്.
പിന്നെ ഇവിടുന്ന് നേരെ പോയത് ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടുന്ന് മോന് ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈസ് കറക്റ്റ് അല്ലാത്തതിനാൽ തന്നെ അത് റിട്ടേൺ ചെയ്ത് വേറെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഏതാണെന്ന് എന്തായാലും വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് വീട്ടിൽ എത്താൻ തന്നെ ഒരുപാട് ലേറ്റായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ക്ലാരിറ്റി പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ അജുവിന് ഓർഡർ ആക്കിയ 2 ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ആക്കുന്നത് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഇനിയുള്ള വീഡിയോയിൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.